ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പോക്കോ M4 Pro എന്ന ഡിവൈസിനെ കുറിച്ചാണ് നോക്കുന്നത്. ഈ ഒരു ഡിവൈസ് കഴിഞ്ഞ ദിവസമാണ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ത്യയിൽ ഇതുവരെ ലോഞ്ച് ചെയ്തിട്ടില്ല, യൂറോപ്പിലാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. എനിവേ നമുക്ക് ടൈമൊന്നും വേസ്റ്റ് ചെയ്യാതെ നേരിട്ട് ഈ ഒരു ഡിവൈസിൻ്റെ സ്പെസിഫിക്കേഷൻസ് ആൻഡ് പ്രൈസ് ആൻഡ് ഡീറ്റെയിൽസ് നോക്കാം. ആദ്യം ഈ ഒരു ഡിവൈസിൻ്റെ ഡിസ്പ്ലേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6.6 ഇഞ്ചാണ് ഡിസ്പ്ലേ സൈസ് വരുന്നത്. ഡോട്ട് ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. സെൻറ്റർ പഞ്ച് കട്ടിലാണ് സെൽഫി ക്യാമറ വരുന്നത്. ഡിസ്പ്ലേ ഒരു LCD പാനലാണ്. 90 ഹേർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ 240 ഹേർട്സിൻ്റെ ഒരു ടച്ച് സാമ്പിളിംഗ് റേറ്റും ഈ ഒരു ഡിവൈസിൻ്റെ ഡിസ്പ്ലേയിൽ കൊടുത്തിട്ടുണ്ട്. 1080x2400 പിക്സൽസ് ആണ് സ്ക്രീൻ റെസൊല്യൂഷൻ. ഒപ്പം പിക്സൽ ഡെൻസിറ്റി വരുന്നത് ഏകദേശം 399 പിക്സൽ പെർ ഇഞ്ചാണ്. ഏകദേശം 84.8% സ്ക്രീൻ ടു ബോഡി റേഷ്യോ പോക്കോ M4 Pro എന്ന ഡിവൈസിൽ വരുന്നുണ്ട്. 450 നിറ്റ്സിൻ്റെ ഒരു ടിപ്പിക്കൽ ബ്രൈറ്റ്നസ് ആണ് ഈ ഒരു ഡിവൈസിൻ്റെ ഡിസ്പ്ലേയിൽ കൊടുത്തിരിക്കുന്നത്. ഒപ്പം ഗൊറില്ല ഗ്ലാസ് 3D പ്രൊട്ടക്ഷനും പോക്കോ M4 Pro എന്ന ഡിവൈസിൽ വരുന്നുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബോഡി വെയ്റ്റ് വരുന്നത് ഏകദേശം 195 ഗ്രാംസ് ആണ്. ഇനി പെർഫോമൻസിലേക്ക് വരുമ്പോൾ MediaTek Dimensity 810 എന്ന 5G ചിപ്സെറ്റാണ് ഈ ഒരു ഡിവൈസിൽ വരുന്നത്. Mali G57 MC2 ആണ് GPU. അതുപോലെ തന്നെ Android 11 ആണ് ഈ ഒരു ഡിവൈസിൽ വരുന്ന സോഫ്റ്റ്വെയർ. ഒപ്പം MIUI 12.5 ഔട്ട് ഓഫ് ദ ബോക്സ് നമുക്ക് ഈ ഒരു ഡിവൈസിൽ ലഭിക്കുന്നുണ്ട്. പോക്കോ M4 Pro എന്ന ഡിവൈസ് രണ്ട് വേരിയൻസിലാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. 4GB 64GB ആണ് ബേസ് വേരിയൻറ്റ് വരുന്നത്. അതുപോലെ തന്നെ 6GB 120GB ആണ് ടോപ്പ് വേരിയൻറ്റ് വരുന്നത്. ഈ ഒരു ഡിവൈസിൽ ഒരു ഹൈബ്രിഡ് സിം സ്ലോട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഏതർ നമുക്ക് 2 സിം കാർഡ് അല്ലെങ്കിൽ 1 സിം കാർഡ് ആൻഡ് 1 SD കാർഡ് ഉപയോഗിക്കാൻ സാധിക്കും. SD കാർഡ് ഉപയോഗിച്ച് നമുക്ക് ഇൻറ്റേർണൽ സ്റ്റോറേജ് 1 TB വരെ എക്സ്പാൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ റാം എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷനും അവൈലബിൾ ആണ്. 6GB വേരിയൻ്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് റാം 8GB വരെ എക്സ്പാൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഈ ഒരു സ്മാർട്ട് ഫോണിൽ കൊടുത്തിട്ടുണ്ട്. UFS 2.2 സ്റ്റോറേജ് ടൈപ്പ് ആണ് ഈ ഒരു ഡിവൈസിൽ വരുന്നത്. ഇനി ക്യാമറയെക്കുറിച്ച് നോക്കുന്ന സമയത്ത് റിയർ സൈഡിൽ ഒരു ഡുവൽ ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത്. പ്രൈമറി സെൻസർ 50 മെഗാ ആണ്. f1.8 ആണ് അപ്പർച്ചർ വരുന്നത്. അതുപോലെ തന്നെ സെക്കൻഡറി ആയിട്ട് 8 മെഗാ അൾട്രാ വൈഡ് ലെൻസും കൊടുത്തിട്ടുണ്ട്. ഏകദേശം 119 ഡിഗ്രി ഫീൽഡ് ഓഫ് വ്യൂ അതിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. റിയർ ക്യാമറ വെച്ച് നമുക്ക് 1080p വീഡിയോസ് 30 and 60 FPS ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്ത് 16 മെഗാ ഒരു സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. മുന്നേ ഉണ്ടായിരുന്ന പോക്കോ M3 Pro എന്ന ഡിവൈസിലൊക്കെ 8 മെഗാ സെൽഫി ക്യാമറയായിരുന്നു. സെൻറ്റർ പഞ്ച് കട്ടിലാണ് സെൽഫി ക്യാമറ വരുന്നത്. f2.5 ആണ് അപ്പർച്ചർ. അതുപോലെ തന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട് ഈ ഒരു സ്മാർട്ട് ഫോണിൽ. ഹെഡ്ഫോൺ ജാക്കും അവൈലബിൾ ആണ്. ഇനി ബാറ്ററിയെക്കുറിച്ച് നോക്കുന്ന സമയത്ത് 5000 mAh ബാറ്ററിയാണ് വരുന്നത്. അത് ചാർജ് ചെയ്യാൻ നമുക്ക് 33 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ് ഈ ഒരു ഡിവൈസിൽ സപ്പോർട്ട് ചെയ്യുന്നത്. ഏകദേശം 1 മണിക്കൂർ കൊണ്ട് നമുക്ക് 100% ചാർജ് ചെയ്യാമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഒപ്പം ഈ ഒരു ഡിവൈസിൽ ഒരു സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് കൊടുത്തിരിക്കുന്നത്. പോക്കോ യെല്ലോ, പവർ ബ്ലാക്ക്, കൂൾ ബ്ലൂ എന്നിങ്ങനെ 3 കളർ വേരിയൻസിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, ഇതൊക്കെയാണ് പോക്കോ M4 Pro എന്ന ഡിവൈസിൻ്റെ ഫീച്ചേഴ്സ്. ഇനി പ്രൈസിങ്ങിനെ കുറിച്ച് നോക്കുന്ന സമയത്ത് ബേസ് വേരിയൻറ്റ് 4GB 64GB വേരിയൻറ്റ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഏകദേശം 229 യൂറോ ആണ്. ഇന്ത്യൻ മണി ഏകദേശം 19,600 രൂപ. അതുപോലെ തന്നെ ടോപ്പ് വേരിയൻറ്റ് 6GB 120GB വേരിയൻറ്റ് ഏകദേശം 21,300 രൂപയുമാണ് പ്രൈസ് വരുന്നത്. ബട്ട് ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് മിക്കവാറും ഈ ഒരു പ്രൈസ് റേഞ്ച് ആയിരിക്കില്ല, കുറച്ചുകൂടി കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ ലോഞ്ച് ചെയ്യാനാണ് സാധ്യത. ഇന്ത്യയിൽ ലോഞ്ചിങ് ഡേറ്റും കാര്യങ്ങളൊന്നും ഇതുവരെ അറിയാൻ കഴിഞ്ഞിട്ടില്ല. എനിവേ ഗൈസ്, ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.